ഹൈരി എന്നു പേരുള്ള ഒരു കൗശലക്കാരനായ കുറുക്കനുണ്ടായിരുന്നു. അവൻ കാവട്ടിക്കാരനും സൂത്രശാലിയുമായിരുന്നു. അവൻ ഒരു പണിക്കും പോകില്ലായിരുന്നു. വൃക്ഷത്തണലിൽ കിടന്ന് കാട്ടിലെ രാജാവാകുന്നത് സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അവന്റെ വെയിലത്തരങ്ങൾ കൊണ്ട് കാട്ടിലുള്ളവരെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പല പ്രാവശ്യം കാട്ടിലെ രാജാവായ വില്യം സിംഹം അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഹൈരി കുറുക്കൻ മാറാൻ ഒരുക്കമല്ലായിരുന്നു. ഹൈരി കുറുക്കൻ എപ്പോഴും മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നതെല്ലാം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു. അവനേക്കാൾ ബലഹീനരായ മൃഗങ്ങളുടെ ഭക്ഷണവും തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹൈരി കുറുക്കൻ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത് അവൻ കണ്ടു. ഹൈരി കുറുക്കൻ അവർ പോകുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിംകി കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഹൈരി കുറുക്കൻ മിംകി പക്ഷിയോട് ചോദിച്ചു, ഇന്ന് ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? മിംകി കിളി ഹൈരിയുടെ ചോദ്യത്തിന് മുഖം കിറവിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെവിടെയെങ്കിലും പോകട്ടെ. ഹൈരി കുറുക്കൻ സൂത്രത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമായോ? നീ ഇതെന്താ പറയുന്നത്? ഞാനും ഈ കാട്ടിലെ മൃഗമാണ്. എനിക്കെന്താ അറിയുവാനുള്ള അധികാരമില്ലേ? നിന്നെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെ എന്തിനുമായിരുന്നു. നിന്റെ അറിവിലേക്ക് പറയാം, ഇന്ന് രാജാവായ വില്യം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവിടെ നല്ല വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവരെ പോലെ ഞാനും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്. വിരുന്നോ? എന്ത് സന്തോഷത്തിന്റെ പേരിലാണ്? വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ ബർത്ത്ഡേ ആണിന്ന്. മിംകി കിളിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൈരി കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, വില്യം സിംഹം ഈ കാണിച്ചത് വലിയൊരു തെറ്റാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനെന്താ ഈ കാട്ടിലെ മൃഗമല്ലേ? ആദ്യം നീ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാകൂ. നീ അല്ലെങ്കിൽ ആൾക്കാരുടെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. നിന്റെ അറിവിലേക്ക് പറയുകയാണ്, നീ അവിടെയെങ്ങും പോയി ചുറ്റിത്തിരിയരുത്. സുഹൃത്തെ, വില്യം സിംഹത്തിന്റെ ഈ പ്രവൃത്തി എനിക്ക് തീരെ മോശമായി തോന്നുന്നു. ഞാൻ കാട്ടിലെ രാജാവാകുമ്പോൾ ഈ കാട്ടിലെ എല്ലാ നിയമങ്ങളും രീതികളും മാറ്റും. ഹൈരി കുറുക്കന്റെ സംസാരം കേട്ട് മിംകി കിളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നിർത്തൂ. കുറുക്കന്മാർ ഒരിക്കലും രാജാവാകില്ല. കാട്ടിലെ രാജാവ് സിംഹമേ ആകാറുള്ളൂ. ഈ ജന്മത്തിൽ നീ ഒരിക്കലും രാജാവാകില്ല. ഞാൻ പോകുന്നു, എനിക്ക് വിശക്കുന്നു. ഇത്രയും പറഞ്ഞ് മിംകി പക്ഷി പറന്നുപോയി. ഹൈരി കുറുക്കൻ ദേഷ്യത്തിൽ പല്ല് ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ നല്ല വിഭവങ്ങളുടെ പേരുകൾ ഓർത്ത് അവന്റെ വായിൽ വെള്ളമൂറാൻ തുടങ്ങിയിരുന്നു. ഹൈരി കുറുക്കൻ വിളിക്കാത്ത സദ്യയുണ്ണാൻ വില്യം സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവനെ കണ്ടുപോഴേക്കും വില്യം സിംഹത്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എന്നിട്ടും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ഈ വിരുന്നിൽ വിളിച്ചിട്ടില്ല. എന്നിട്ടും വന്നുവെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകൂ. ഹൈരി കുറുക്കൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ ദൃഷ്ടി വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിലേക്ക് പതിച്ചത്. അവൻ ഒരു സ്വർണവള കൊണ്ട് കളിക്കുകയായിരുന്നു. സ്വർണവള കണ്ടതും ഹൈരി കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അവൻ മനസ്സിൽ പറയാൻ തുടങ്ങി, ഈ സ്വർണ വളകൾ എന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ എനിക്ക് അതിനെ വിറ്റ് ധാരാളം പണം സ്വരൂപിക്കാനാകും. ഹൈരി കുറുക്കൻ എഡ്വേർഡിന്റെ അടുത്തെത്തി. വളരെ കൗശലത്തോടുകൂടി അവനോട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിലെ ഈ സ്വർണവള മനോഹരമാണല്ലോ. എനിക്കിതൊന്ന് നോക്കാൻ തരുമോ? എഡ്വേർഡ് സ്വർണവള ഹൈരിയുടെ കയ്യിലേക്ക് കൊടുത്തു. വള കയ്യിൽ വാങ്ങിയിട്ട് ഹൈരി കുറുക്കൻ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ വില്യം അതാ നിന്നെ വിളിക്കുന്നു. നിഷ്കളങ്കനായ എഡ്വേർഡ് ഹൈരി പറയുന്നത് കേട്ട് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോയി. ആ തക്കം നോക്കി ഹൈരി കുറുക്കൻ അവിടെ നിന്ന് ഓടി മറഞ്ഞു. എഡ്വേർഡ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അങ്ങ് എന്നെ വിളിച്ചിരുന്നോ? ഹൈരി അങ്കിൾ പറഞ്ഞു അങ്ങനെ വിളിക്കുന്നെന്ന്. ഹൈരി കുറുക്കന്റെ പേര് പറഞ്ഞപ്പോഴേ വില്യം സിംഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ സ്വർണവള അതെന്ത് ചെയ്തു? അത് ഹൈരി കുറുക്കന്റെ കയ്യിലാണ്. എഡ്വേർഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ വില്യം സിംഹത്തിന് എല്ലാ ചുറ്റിക്കളിയും ബോധ്യപ്പെട്ടു. ഹൈരി കുറുക്കൻ അതിവിദഗ്ധമായി
മോനെ പറ്റിച്ച് സ്വർണവുമായി കടന്നെന്ന് മനസ്സിലായി. വില്യമിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവൻ തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്റെ മോനെ വിഡ്ഢിയാക്കിയിട്ട് കടന്നു കളഞ്ഞു. പോകൂ, ഹൈരിക്കുറുക്കനെ ജീവനോടെയോ കൊന്നോ പിടിച്ചുകൊണ്ടുവരും. ഇവിടെ ഹൈരിക്കുറുക്കൻ മരത്തണലിൽ ആ വളയുടെ മനോഹാരിത നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മിംകി കിളിയെ കണ്ടത്. അത് പറന്ന് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുകയാണ്. കാട്ടിലെ രാജാവായ വില്യം സിംഹം സൈനികരോട് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇത്തവണ നീ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന് തോന്നുന്നു. മിംകി കിളിയുടെ വാക്കുകൾ കേട്ട് ഹൈരിക്കുറുക്കൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടി എവിടേക്കാണ് ഒളിക്കേണ്ടതെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് ധാരാളം സൈനികർ അവന്റെ നേരേക്ക് വരുന്നത് അവൻ കാണുന്നത്. കുറുക്കൻ അവിടെയും ഇവിടെയും ഒളിക്കാനുള്ള സ്ഥലം നോക്കി. അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു തടാകം കണ്ടു. അവൻ ആ തടാകത്തിലേക്ക് എടുത്തു ചാടി. വില്യം സിംഹത്തിന്റെ സൈനികർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. ഹൈരിക്കുറുക്കൻ തടാകത്തിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ ആ തടാകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് സ്വർണശോഭ പരക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു ദേവത ഇറങ്ങി വന്ന് മുന്നിൽ നിന്നു. ഞാനൊരു ശാപം കാരണം വർഷങ്ങളായി ഈ തടാകത്തിൽ തടവിലായിരുന്നു. ഏതെങ്കിലും മടിയനായ മൃഗം സ്വർണവുമായി ഇതിൽ മുങ്ങിയാലേ എനിക്ക് ക്ഷാപമോക്ഷം കിട്ടുമായിരുന്നുള്ളൂ. നീ കാരണം ഞാനിന്ന് ശാപത്തിൽ നിന്നും മുക്തമായിരിക്കുന്നു. എനിക്ക് നിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാവും. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഹൈരിക്കുറുക്കൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കാടിന്റെ രാജാവാകണമെന്നാണ്. കാടിന്റെ രാജാവാകാൻ സിംഹത്തിനെ കഴിയുള്ളൂവെന്ന് അവനറിയാമായിരുന്നു. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. അബദ്ധത്തിൽ പോലും യഥാർത്ഥ സിംഹത്തോട് പോരിന് പോകരുത്. യഥാർത്ഥ സിംഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ നീ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞ് ദേവത അവിടെ നിന്നും മറഞ്ഞു. ഹൈരിക്കുറുക്കൻ സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. വെള്ളത്തിൽ സിംഹത്തിന്റേത് പോലുള്ള പ്രതിബിംബം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കെ പൊറുതി ഇല്ലാതായി. പോകെ പോകെ അവൻ ആ കാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോന്നിരുന്നു. എന്തു തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും. കാട്ടിലെ രാജാവായ വില്യം സിംഹത്തിന് ഈ കാട്ടിൽ മറ്റൊരു സിംഹം വന്നിട്ടുണ്ടെന്നും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയുമാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യത്താൽ വില്യം സിംഹം ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ കാട്ടിലെ നിർദോഷികളായ മൃഗങ്ങളെ കൊല്ലുന്ന ആ സിംഹത്തിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഹൈരിക്കുറുക്കൻ സിംഹരൂപത്തിൽ കാട്ടിലെങ്ങനെ മതിച്ചു നടക്കുകയായിരുന്നു. അവിചാരിതമായി വില്യം സിംഹം അവന്റെ മുന്നിൽ വന്ന് നിന്നു. അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്റെ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ കാടിന്റെ രാജാവ് ഞാനാണെന്ന്? ഹൈരിക്കുറുക്കൻ അഹങ്കാരത്താൽ ദേവത അവനോട് പറഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു. അവന്റെ ആത്മാവ് കുറുക്കന്റേതായിരിക്കും. യഥാർത്ഥ സിംഹവുമായി പോരിന് പോയാൽ തോറ്റുപോകുമെന്ന് ഹൈരിക്കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ കാട്ടിലെ സിംഹം ഞാനാണ്. എന്നെ ഒന്ന് കൈവച്ചു നോക്ക്, നിനക്കത് മനസ്സിലാകും. ഇതു കേട്ടതും വില്യം സിംഹത്തിന് കോപം നിയന്ത്രിക്കാനായില്ല. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വില്യം സിംഹം പുല്ലുപോലെ ഹൈരിക്കുറുക്കനെ എടുത്തെറിഞ്ഞു. കുറച്ചു നേരം കൊണ്ട് ഹൈരിക്കുറുക്കനെ അവൻ വലിച്ചു കയറിയിട്ടു. ഹൈരിക്കുറുക്കൻ മുറിവുകളോടെ ഭൂമിയിലേക്ക് പതിച്ചതും അവൻ പഴയ രൂപത്തിലേക്ക് വന്നു. അവർ തമ്മിലുള്ള യുദ്ധം മിംകി കിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മരിച്ചപ്പോൾ മിംകി കിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത്. അന്നേരമേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാണ്. കുറുക്കൻ ഒരിക്കലും കാടിന്റെ രാജാവാകില്ല. അതിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി.